ഏറ്റവും കുറഞ്ഞ 1 ഗ്രാം മനുഷ്യന്റെ മാംസത്തിന്റെ വില ഞാൻ ഇന്നലെ പറഞ്ഞു, ഏതാണ്ട് $60 ലക്ഷം. 1 ഗ്രാം മനുഷ്യന്റെ ശരീരത്തിന്റെ വില. 60 കിലോ ഉള്ള നിനക്ക് എത്ര കോടി ഡോളർ വിലയുണ്ടെന്ന് നീ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. അത്ര വിലപിടിപ്പുള്ളവനാകുന്നു മനുഷ്യൻ. അടുത്തിരിക്കുന്ന ആളിന് കരം കൊടുത്ത് പറയുക, ഞാൻ വിലപിടിപ്പുള്ള വ്യക്തിയാണ്. ഒന്ന് രണ്ട് പേരുടെ കണ്ണിൽ നോക്കി ധൈര്യത്തോട് പറയാം, ഞാൻ നല്ല വിലപിടിപ്പുള്ള വ്യക്തിയാണെന്ന് പറ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ വിലപിടിപ്പുള്ള വ്യക്തിയാണ്. ആമേൻ. സെൽഫ് ഹേറ്റ്രഡിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആപ്പത്തിയെ കുറിച്ച് പറഞ്ഞു, ഉദാസീനത. ഈ സാഡ്നസ്, സെൽഫ് പിറ്റി, സെൽഫ് ഹേറ്റ്രഡ് ഇവിടെയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ നിരുത്സാഹത്തിലെത്തും. ഇനിയും പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യം നടക്കാനാ, ഇനി ആരാധിച്ചിട്ട് എന്ത് കാര്യം നടക്കാനാ, ഇനി പ്രസംഗിച്ചിട്ട് എന്ത് കാര്യം നടക്കാനാണ്. ആപ്പത്തിയിലേക്ക്, ഉദാസീനതയിലേക്ക് വരുന്നു. ഒന്നും ഫലിക്കുകയില്ല. അത് നിങ്ങളെ ഇൻഫീരിയോറിറ്റിയിലേക്ക് കൊണ്ടുപോകും. അനേകർ ഇൻഫീരിയർ ആണ്. ഇൻഫീരിയോറിറ്റിയിൽ നിന്ന് അടുത്തൊരു പടിയാണ് ഇൻസെക്യൂരിറ്റി. പഴയ നിയമത്തിൽ ശൗൽ ഇൻഫീരിയോറിറ്റി ഉള്ള വ്യക്തിയായിരുന്നു. ഇൻഫീരിയോറിറ്റി ഉള്ളവനായിരുന്നതിനാലാണ് അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ശമൂവേൽ വന്നപ്പോൾ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തോൾ പൊക്കമുള്ളവനാണ് ശൗൽ. പക്ഷേ അവനെക്കുറിച്ച് അവൻ തന്നെ വിലയിരുത്തുന്നത്, ഞാൻ കുറഞ്ഞവൻ എന്നാണ് വിലയിരുത്തുന്നത്. ആ ഇൻസെക്യൂരിറ്റിയാണ്. ഇൻസെക്യൂരിറ്റി ഒരു സൈക്കിളാണ്. ഇതിനെ വേണേ സോൾ സിൻഡ്രോം എന്ന് പറയുവാൻ കഴിയും. ഇൻസെക്യൂർ, സുരക്ഷിതത്വ ബോധമില്ല. എന്തൊക്കെയോ നഷ്ടമുണ്ടാകുവാൻ പോകുന്നു. മറ്റൊരാളിന്റെ ഉയർച്ച എനിക്കൊരു ഭീഷണിയായിത്തീരുന്നു. വേറൊരാൾ നന്നായി ദൈവവചനം ശുശ്രൂഷിക്കുമ്പോൾ, വേറൊരാളിന്റെ ബിസിനസ് ഐശ്വര്യമുള്ളതായി തീരുമ്പോൾ, അയൽപക്കക്കാരൻ ഇരുനില വീട് വയ്ക്കുമ്പോൾ അവന്റെ ഉയർച്ച എനിക്കൊരു ഭീഷണിയായി തീരുന്നു. ഇൻസെക്യൂരിറ്റി, ഇൻസെക്യൂരിറ്റി, ഇൻഫീരിയോറിറ്റി, ഇൻസെക്യൂരിറ്റി. ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് നിങ്ങളെ ഈ സിൻ ഓഫ് ഇൻഡിപെൻഡൻസ് അത് സൈക്കിളാണ്. ഇൻഡിപെൻഡൻസിൽ നിന്ന് പ്രൈഡ്, ആൻഡ് പ്രൈഡ് ലീഡ്സ് ടു ഫിയർ ഓഫ് മാൻ, ആൻഡ് ഫൈനലി അൾട്ടിമേറ്റ്ലി മരണം. ഗിൽബോബ പർവ്വതത്തിൽ മനുഷ്യഭയമുണ്ടായിരുന്ന ശൗൽ കൊല്ലപ്പെട്ടു. നെഞ്ചത്ത് കൈവച്ച് പറ, ഞാൻ ക്രിസ്തുവിൽ സുരക്ഷിതനാകുന്നു. നിന്റെ പണത്തിലല്ല നീ സുരക്ഷിതൻ, വീടിലല്ല സുരക്ഷിതൻ, നിന്റെ ശുശ്രൂഷയിലല്ല നീ ശുശ്രൂഷൻ. നിനക്കൊരു പ്രവചനവരമുണ്ടെങ്കിൽ പ്രവചനവരമല്ല നിന്റെ സുരക്ഷിതത്വം. നിന്റെ സുരക്ഷിതത്വം ക്രിസ്തുവാണ്. ഓ ഹല്ലേലൂയ, ആമേൻ. വ്യാകുലത ഒരു ഭാരം തന്നെയാണ്. വ്യാകുലതകൾ ഒരു മനുഷ്യനിൽ കയറിയാൽ രോഗം നിശ്ചയമായിട്ടും അതിന്റെ പുറകാലെ വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആങ്സൈറ്റിയും ബ്ലഡ് പ്രഷറും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ആങ്സൈറ്റി വർദ്ധിക്കുകയാണെങ്കിൽ നിനക്ക് ബ്ലഡ് പ്രഷർ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്, തലവേദന ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കല്ലുപോലൊരു ഭാരമാണ് അത്. തലയ്ക്കായത് കയറിയാൽ അത് ഭാരമായതിനാൽ ഒരു ഭാരം തന്നെ, അത് വേദന ഉളവാക്കും. ആ വ്യാകുലതകൾ നിന്നെ വിട്ടുപോകട്ടെ. എന്തിനെ ചൊല്ലിയാ നീ വ്യാകുലപ്പെടുന്നത്? ഒരു മുഴം വ്യാകുലപ്പെട്ടത് കൊണ്ട് നിനക്ക് നീളം കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുമോ? മറിച്ച് നീ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ, നീ വ്യാകുലപ്പെടാതെ കർത്താവിൽ ആശ്രയിക്കുകയാണെങ്കിൽ സകല ബുദ്ധിയും കവിക്കുന്ന ദൈവസമാധാനം അവൻ നിനക്ക് സൗജന്യമായി നൽകിത്തരും. നിനക്ക് വേണ്ട എല്ലാ നന്മകളും, ഒരു നന്മയും യേശു തടഞ്ഞു വെക്കുകയില്ല. സകല നന്മകളും യേശു തക്ക സമയത്ത് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. നമ്മുടെ കർത്താവ് ഫുൾനെസ്, നിറവിന്റെ കർത്താവാണ്. അടുത്തിരിക്കുന്ന ആളുടെ കരം കൊടുത്ത് പറ, നിറവിന്റെ കർത്താവാണ്, നിറയ്ക്കുന്ന കർത്താവ്. നിന്റെ പടകിനെ നിറയ്ക്കുന്ന കർത്താവ്, നിന്റെ ശുശ്രൂഷയെ നിറയ്ക്കുന്ന കർത്താവ്, നിന്റെ കുടുംബജീവിതത്തെ നിറയ്ക്കുന്ന കർത്താവ്, നിന്റെ ഫൈനാൻസിനെ നിറയ്ക്കുന്ന കർത്താവ്. ഒരു ശൂന്യത നേരിടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ യേശു അല്ല. ആമീൻ. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറയാറുണ്ട്, പലരും പ്രസംഗിക്കാറുണ്ട്, യേശു പത്രോസിന്റെ പടകിൽ പത്രോസ് രാത്രി മുഴുവൻ വല വീശിയിട്ട് മീൻ കിട്ടാതിരുന്നത് യേശു മീനിനോട് കൽപ്പിച്ച് അവന്റെ വല കയറരുത്. അങ്ങനെ യേശു കൽപ്പിക്കത്തില്ല. ആ തെറ്റിദ്ധാരണ മാറ്റുക. യേശുവിനെ കുറിച്ചുള്ള തെറ്റായ ധാരണ എല്ലാം മാറ്റുക. അവന്റെ വല മീൻ കയറിയില്ല, കാരണം നമുക്കറിയത്തില്ല. പക്ഷെ യേശു നിറയ്ക്കുന്നവനാ. നിന്റെ വല ശൂന്യമായി കണ്ടു കഴിഞ്ഞാൽ നിന്റെ വല കയറരുത്, അവന്റെ വല കയറരുത്, അവന്റെ വല കയറ, അങ്ങനെ പറയില്ല. നീ യേശുവിനോട് പറഞ്ഞാൽ നിന്റെ വല നിറയ്ക്കുന്നവനായ യേശു, നിന്റെ പടക് നിറയ്ക്കുന്നവനായ യേശു, നിന്റെ ബിസിനസ് നിറയ്ക്കുന്നവനായ യേശു. ഹല്ലേലൂയ. വ്യാകുലതകളിൽ നമുക്ക് വിടുതൽ പ്രാപിക്കുവാൻ ലളിതമാകുന്ന ഒറ്റവാക്യമാണ്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. ദാറ്റ്സ് ഓൾ. യേശു 2 സുവിശേഷത്തിലും വളരെ വിശദമായി വ്യാകുലതകളെ കുറിച്ച് പറഞ്ഞു. അവസാനം കർത്താവ് ഒരു ചെറിയ കുറിപ്പടി പറഞ്ഞിരിക്കുകയാണ്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ ഇതൊക്കെ നിനക്ക് നൽകി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ചുമ്മാ സ്വത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി, നിനക്കുള്ളതല്ലെങ്കിൽ വന്നോളും. അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത്.
നിങ്ങൾ അധികാലത്തെ എഴുന്നേൽക്കുന്നതും നന്നാ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ. തന്റെ പ്രിയനോ അവന് ഉറക്കത്തിൽ കൊടുക്കുന്നു. നല്ലതുപോലെ കിടന്നുറങ്ങാമെങ്കിൽ നാളെ രാവിലെ വീട് കിട്ടും. നിനക്ക് വീടില്ലാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി നല്ലതുപോലെ കിടന്നുറങ്ങിയാൽ മതി, നാളെ രാവിലെ നിനക്കൊരു വീട് കിട്ടും. ആമേൻ. അതാ നീ അതിനെ ചൊല്ലി നിന്റെ ഉറക്കം പോകുന്നു. രാത്രി 12 മണിയായിട്ട് നിനക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. എനിക്കൊരു വീടില്ലല്ലോ. കർത്താവ് അതിനെ കുറിച്ച് ഓർത്ത് ഭാരപ്പെടുക. നല്ലതുപോലെ ഉറങ്ങുകയാണെങ്കിൽ നിന്റെ ആവശ്യം തക്ക സമയത്ത് നിവർത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ആമേൻ. വ്യാകുലതകളിൽ നിന്ന് ദൈവം നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും അവസാനമായി ഞാൻ അവസാനിപ്പിച്ചത് ക്ഷമിക്കുന്ന സ്നേഹം. ക്ഷമിക്കുവാൻ തുടങ്ങുമ്പോഴാണ് ആന്തരിക സൗഖ്യം എന്ന് പറയുന്നത് തന്നെ. അതിൽ ക്ഷമ ഒത്തിരി അടങ്ങിയിരിക്കുകയാണ്. ക്രിസ്തുവിനെ പോലെ ക്ഷമിക്കുന്ന മനസ്സ് നാം പ്രാപിക്കുക. വ്യക്തിപരമായി നിങ്ങൾ പരിശോധിച്ച് നോക്കണം. ഞാൻ പലയിടങ്ങളിലും ഈ വചന ശുശ്രൂഷ നടത്തുമ്പോൾ അവരോട് ആവശ്യപ്പെടും, നിങ്ങൾ തന്നെ പോയി എഴുതുക, നിങ്ങൾ ആരോടൊക്കെ ക്ഷമിക്കുവാനുണ്ട്. ആമേൻ. ഞാൻ കഴിഞ്ഞ ചില നാളുകൾക്ക് പുതുപ്പള്ളിയിൽ ശുശ്രൂഷിക്കുമ്പോൾ മുൻപിലിരുന്ന ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി, അവൾ അന്ന് പോയി അവൾക്ക് ക്ഷമിക്കുവാനുള്ളവരുടെ പേരെഴുതുകയുണ്ടായി. പിറ്റേ ദിവസം വന്നതിനോട് പറഞ്ഞു, അങ്കിൾ 39 പേരോട് ഞാൻ ക്ഷമിക്കാനുണ്ട്. ഞാൻ വിചാരിച്ചു 19 വയസ്സുള്ളൊരു പെൺകുട്ടി 39 പേരോട് ക്ഷമിക്കുവാനുണ്ട്. ഞാൻ ഒരിക്കൽ ബഹ്റൈനിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഒരു സഹോദരി വന്ന് പറഞ്ഞു, 12 പേരുടെ പേര് ഞാൻ എഴുതി വെച്ചു, അത് 11 പേരോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്, ഒരാളോട് ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഞാൻ കരുതി അതാരാന്ന് ചോദിച്ചു കഴിയുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ ഭർത്താവിനോട്. ഏറ്റവും അടുത്തുള്ള വ്യക്തിയോട് ക്ഷമിക്കുവാൻ കഴിയുന്നില്ല. കൃപയിൽ ആശ്രയിക്കുക നിങ്ങൾക്കോ എനിക്കോ ആർക്കും ക്ഷമിക്കുവാൻ കഴിയുകയില്ല. നമുക്ക് ക്ഷമിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു ഉപാധി എന്ന് പറയുന്നത് യേശു നമ്മുടെ മേൽ ആ കൃപ ചൊരിയണം. ഇന്നലെ രാത്രി അതിനാലാകുന്നു സ്നേഹത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത്. സ്നേഹത്തിന്റെ അഭിഷേകത്താൽ നിങ്ങൾ നിറയുമ്പോൾ എല്ലാവരോടും നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയും. ആ ക്ഷമയുടെ ഏറ്റവും വലിയ ഉയർന്ന അളവാണ് ശത്രുക്കളോട് നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ കഴിയും. നിങ്ങൾ ശത്രുക്കളോട് ക്ഷമിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഒരു അത്ഭുതമുണ്ട്. അന്നു മുതൽ നിങ്ങൾക്ക് ശത്രുക്കൾ ഇല്ലാതെയാകുന്നു. ആ ഒരളവിലേക്ക് കൊണ്ടുവരണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് വേദിയിൽ നിന്നും കൈ ഉയർത്തി നിവർത്തി പറയുവാൻ കഴിയണം, ഒറ്റ ശത്രുക്കളും കൃപയാൽ ഇല്ല, യേശു എന്നെ സ്നേഹത്താൽ നിറച്ചതിനാൽ. ആ അളവിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക്, തുടർന്നുള്ള ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആമേൻ. ഈ അടയാളങ്ങൾ തന്നെ തുടരുകയാണ്. ഈ അടയാളങ്ങളിൽ ചില ഭാഗങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ചില അടയാളങ്ങൾ മാത്രമേ ഇന്നലെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ. എനിക്കൊരു ആന്തരിക സൗഖ്യം ആവശ്യമാണോ? എങ്ങനെ അറിയുവാൻ കഴിയും? അതിന് മനസ്സിലുള്ള അടയാളങ്ങൾ. മറ്റൊരു പ്രധാനപ്പെട്ട അടയാളമാണ് ഡിപ്രഷൻ, വിഷാദ രോഗം. സാഡ്നസ്, സെൽഫ് പിറ്റി, സെൽഫ് ഹേറ്റ്രഡ്, അതിൽ നിന്നുളവാകുന്ന അടുത്ത ഒരു ക്രോണിക് ലെവലാണ് വിഷാദ രോഗം. ഇന്ന് ലോക വ്യാപകമായുള്ള ഒരു പ്രധാനപ്പെട്ട സൈക്കാട്രിക് പ്രോബ്ലമാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഏറ്റവും അധികം മെഡിക്കൽ ഫീൽഡിൽ മരുന്ന് ചിലവാകുന്ന ഒരു മേഖലയാണ് സൈക്കാട്രിക് പ്രോബ്ലത്തിൽ ഇത് തന്നെ, വിഷാദ രോഗം. വിഷാദ രോഗത്തിനുള്ള മരുന്നാണ് ഏറ്റവും അധികം ഇന്ന് ഭൂമിയിൽ ചിലവാകുന്നത്. ഈ വിഷാദ രോഗം ഇത് പടിപടിയായിട്ടാണ് ഉയരുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ അമ്മയുടെ ഉദരം മുതലുള്ള ചില സ്വാധീനങ്ങളായിരിക്കും. ആ സ്വാധീനങ്ങളും നമ്മൾ വളർന്നു വരുന്ന മറ്റു സാഹചര്യങ്ങളും പിന്നീടുണ്ടാകുന്ന പരാജയങ്ങളും ഇതൊക്കെ ചേർന്നാണ് ഈ വ്യസനകരമായ മനസ്സിന് വാട്ടം തട്ടിയ മ്ലാനതയുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങുവാനിട വരുന്നത്. ഇതിൽ വിഷാദ രോഗം വരുമ്പോൾ ഓർത്തുകൊള്ളണം, ഉണ്ടാകുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് 2 എക്സ്ട്രീമും ഉണ്ടാകും. ഒന്ന്, ഉറക്കം നഷ്ടമാകും. ഇൻസോംനിയ എന്ന് പറയുന്ന രോഗമുണ്ടാകും, ഉറക്കം വരില്ല. മറ്റൊരു രോഗം കൂടിയുണ്ട്, ഉറക്കം കൂടും. ഇതിന്റെ വേറൊരു എക്സ്ട്രീമാണ്. ചിലരിൽ അത് ഉറക്കം കൂടും. ദൈവദാസന്മാർ ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത് നല്ലതാണ്. കൂടുതൽ ശ്വാസം എടുത്ത് നെഞ്ചിൽ നിറച്ചു വെക്കുകയാണെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്ത് നീളമുള്ള സെന്റൻസസ് പറയുവാൻ തക്കവണ്ണം, ശ്വാസം വിടാതെ പറയുവാൻ തക്കവണ്ണം അത് നല്ലതാണ്. എന്നാൽ ഏകാന്തതയിൽ ചിന്തിച്ചിരുന്നിട്ട് നാളെ എന്താകും, പലതും ചിന്തിച്ചിരുന്നിട്ട് കൂടെ നിങ്ങൾ ദീർഘശ്വാസം വിടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, മനസ്സിന്റെ ഏതോ മണ്ഡലത്തിൽ എന്നെ നിരാശ പിടിച്ചിരിക്കുന്നു. വ്യക്തിപരമായി നിങ്ങൾ പരിശോധിച്ചാൽ മതി. കുടുംബജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ തല ഇങ്ങനെ കുലുക്കിയതിനു ശേഷം അതിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുവാൻ വിശ്വസ്തനാണ്.
ഞാൻ ഈ വിഷാദരോഗം കഠിനമാകുന്ന നിലകളിലുള്ള ആ ഒരു വ്യക്തിയായിരുന്നു. വിഷാദരോഗം തന്നെ ക്രോണിക് സ്റ്റേജസ് ഉണ്ട്, ഇനിഷ്യൽ സ്റ്റേജസ് ഉണ്ട്. ഇനിഷ്യൽ സ്റ്റേജസിൽ ചെറിയ നിലകളിലുള്ള ഒരു ദുഃഖമൊക്കെ ആയിരിക്കും. അത് ക്രോണിക്, അതിൻ്റെ ഓരോ സ്റ്റേജസ് മാറുമ്പോഴത്തേനും ദീർഘശ്വാസത്തിൻ്റെ എണ്ണം വർദ്ധിക്കും, താല്പര്യങ്ങൾ കുറയും. അതിൻ്റെ ക്രോണിക് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സെന്റ് മൈൻഡഡ് ആകും. അടുക്കളയിൽ കയറി ചപ്പാത്തിക്ക് ഗോതമ്പ് കുഴയ്ക്കുവാൻ തുടങ്ങിയാൽ കുഴച്ചുകൊണ്ടിരിക്കുന്നോടനെ മറന്നുപോകും, അങ്ങനെ അങ്ങ് നിൽക്കും. 1 മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും ഓർക്കുന്നത്, അയ്യോ ഞാൻ ഗോതമ്പ് കുഴയ്ക്കുവാൻ വേണ്ടിയാണല്ലോ കയറിയത്, പൂർത്തിയാക്കുവാൻ കഴിയുന്നില്ല. അത് ക്രോണിക് സ്റ്റേജ് ആണ്. മെഡിക്കലി തന്നെ, സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ അത് ക്രോണിക് സ്റ്റേജ് ആണ്. എന്നാൽ ഇതിന്റെ ഇനീഷ്യൽ ലെവലിൽ തന്നെ ആരെയെങ്കിലും നിരാശ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്തി യേശുവിന്റെ നാമത്തിൽ അതിന്റെ മേൽ ജയം പ്രാപിക്കണം. ഞാൻ അതിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് വരെ പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്പം കൂടുതലുണ്ടായിരുന്നു. താല്പര്യരാഹിത്യം എല്ലാ കാര്യങ്ങളിലും. മുറിക്കകത്ത് അടച്ച് ഒതുങ്ങിയിരിക്കണം. ആളുകളെ കാണുമ്പോൾ ഭയം, ദീർഘശ്വാസം, ഏകാന്തതയിലിരിക്കുമ്പോൾ ജീവിതത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ള ആ വിഷാദം. എന്നാൽ ദൈവം വ്യക്തിപരമായി എന്നോട് ഇടപെടുവാനും എന്നെ പല കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോൾ കർത്താവ് അതിനൊരു നല്ല മരുന്ന് തരികയുണ്ടായി. കർത്താവ് പറഞ്ഞു, ഈ വിഷാദത്തെ ഈ അകത്തിശ്വാസം, ദീർഘശ്വാസം അത് വരുമ്പോൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളണം, എവിടെയോ ആ നിരാശ പിന്നെയും സ്വാധീനിക്കുകയാണ്. അപ്പോൾ തന്നെ ആ ദീർഘശ്വാസം വിടാൻ ഇടവരാതെ യേശുവിന്റെ നാമത്തിൽ അമർച്ചയായി അതിനോട് കൽപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത്, വിഷാദ രോഗത്തിന്റെ പിന്നിൽ ഒരു ദുരാത്മാവുണ്ട്. യെശയ്യാവ് 61:3 നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്പിരിറ്റ് ഓഫ് ഹെവിനെസ് എന്ന് തന്നെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നിരാശയുടെ ആത്മാവെന്ന് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് ആ ദുരാത്മാവിനോട് കൽപ്പിക്കണം, വിട്ടുപോ. അതോടൊന്നിച്ച് തന്നെ നമ്മുടെ ആ വ്യക്തിപരമാകുന്ന സ്വഭാവങ്ങളെ പരിശോധിച്ച് ദീർഘശ്വാസം വിടുവാനുള്ള താല്പര്യം വരുന്നുവെങ്കിൽ, ദീർഘശ്വാസം എടുക്കുവാനുള്ള താല്പര്യം വരുന്നുവെങ്കിൽ അതിനെ നിഷേധിക്കണം, എതിർത്തു നിൽക്കണം. നോ, മനഃപൂർവ്വം എതിർത്തു നിൽക്കണം. വീണ്ടും ദീർഘശ്വാസം പുറത്തോട്ട് വരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എതിർത്തു നിൽക്കണം. അങ്ങനെ ദിവസങ്ങളും, ചിലപ്പോൾ ഡിപ്പെൻസ്, കർത്താവ് നിങ്ങളെ എങ്ങനെയാണ് നിങ്ങളോട് ഇടപെടുന്നത്, നിങ്ങൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നത്, അതനുസരിച്ച് നിങ്ങളിൽ അത്ഭുത വിടുതലുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട മരുന്നാണ്, എതിർത്ത് നിൽക്കുക. ആ നിരാശയുടെ ചിന്ത വരുമ്പോൾ തോട്ട് പാറ്റേൺസിലാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നിന്നെ കൊള്ളില്ലടാ, നീ ശരിയല്ലടാ, നിന്റെ ജീവിതം പോയില്ലേ, 20 വർഷം പോയില്ലേ, പ്രസംഗിക്കാൻ ഇറങ്ങിയതാ, വല്ല അമേരിക്കയിലോ ഗൾഫിലോ വല്ലതും പോയി ഒരു ചെറിയ ജോലി ചെയ്ത് സമാധാനമായിട്ട് അങ്ങ് ജീവിച്ചാൽ പോരായിരുന്നു. മനസ്സിനകത്തെ സംഭാഷണങ്ങളാണ് ഇതൊക്കെ. കുടുംബജീവിതത്തിൽ ഇറങ്ങി അപ്പുറത്തെ വീട്ടുകാരെ നോക്ക്, അവർ ഐശ്വര്യമായി വീട് വെച്ചു, കാറ് മേടിച്ചു. നിങ്ങളുടെ ജീവിതം, എൻ്റെ ജീവിതം പോയില്ലേ. അകത്ത് സോൾ തന്നെ സംസാരിക്കുകയാണ്, മനസ്സ് തന്നെ സംസാരിക്കുകയാണ്. ചിന്തയെക്കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ചിന്തകൾ എന്ന് പറയുന്നത് മനസ്സിന്റെ ഭാഷയാണ്, മനസ്സിന്റെ സംഭാഷണമാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അതിനെ മനഃപൂർവ്വം നിഷേധിക്കുക, ആ ചിന്തകളെ പെട്ടെന്ന് ട്രാൻസ്ഫോം ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക, ദൈവവചനപ്രകാരമാക്കുക, ദീർഘശ്വാസത്തെ നിഷേധിക്കുക. അതോടൊന്നിച്ച് തന്നെ അപ്പോൾ തന്നെ സന്തോഷിക്കുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തമാശയൊന്നും കേട്ട് സന്തോഷിക്കാൻ കഴിയത്തില്ലായിരിക്കും. തമാശ പറയാൻ ആരും കാണുകയില്ല. അവിടെ വിവേകം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അങ്ങ് ചിരിച്ചോണം. അപകട ഭയം, അപകടങ്ങൾ വരുമെന്നുള്ള ഭയം വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപകട ഭയത്തെക്കുറിച്ചുള്ള ചില പരാമർശങ്ങൾ 91-ാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾ കാണുവാൻ കഴിയുന്നുണ്ട്. സോങ്സ് ഓഫ് സോളമൻ അതിൻ്റെ 3-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ അതിൻ്റെ ഒരു ചെറിയ പരാമർശം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഭയമാണ് രോഗഭയം എന്ന് പറയുന്നത്. രോഗഭയം സാധാരണഗതിയിൽ നല്ല ഒരു കൂട്ടം ആളുകളിൽ സ്വാധീനിക്കുന്ന ഒരു ഭയമാണ് രോഗഭയം. ഒരു പ്രത്യേക പ്രായം, ഒരു 40-45 കഴിയുമ്പോൾ മിക്കവരിലും രോഗഭയം. മരിച്ചു പോകുമോ, ഒരു വേദന വരുമ്പോൾ അത് ക്യാൻസർ ആണോ. ഞാൻ പാലായിൽ ശുശ്രൂഷിക്കുന്ന സന്ദർഭത്തിൽ ഈ വചന ശുശ്രൂഷയ്ക്ക് ശേഷം ഒരു സഹോദരി വന്ന് പറഞ്ഞു, താങ്കൾ പറഞ്ഞത് എന്നോടാണ് പറഞ്ഞത്. എൻ്റെ അമ്മ കഴിഞ്ഞ ദിവസം ക്യാൻസർ വന്ന് മരിക്കുകയുണ്ടായി, ചില മാസങ്ങൾക്ക് മുന്നമേ. അമ്മ മരിച്ചപ്പോൾ അമ്മയ്ക്ക് ഏറ്റവും സ്നേഹം എന്നോടെയായിരുന്നു. അമ്മ മരിച്ചപ്പോൾ എനിക്കൊരു ഭയം, അമ്മയുടെ ആ ക്യാൻസർ രോഗം എന്നെ പിടിക്കുമോ.